ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം ഉണ്ടാവുന്നത് എല്ലാവരെയും ആധുനിക കാലത്ത് സന്തോഷഭരിതരാക്കും. എല്ലാതരം ഇരുട്ടുകളെയും അകറ്റാനുള്ള ആയുധമാണ് സയൻസ്. നവോത്ഥാന കാലത്ത് തന്നെ ശാസ്ത്രത്തെ വാഴ്ത്തി സയൻസ് ദശകം എഴുതിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. പുതിയ കാലത്ത് പലവിധ അന്ധകാരങ്ങളും പടർന്ന് വ്യാപിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു. ജാതിവാദം മുതൽ മന്ത്രവാദം വരെ എല്ലാ ജീർണതകളോടും കൂടി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. അന്ധവിശ്വാസം, അനാചാരം ഇവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ശാസ്ത്രത്തിന് പ്രസക്തിയേറുന്നത്. ഇതിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ രംഗം മുതൽ രോഗപ്രതിരോധം വരെയുള്ള കാര്യങ്ങളിൽ മനുഷ്യന് തുണയാവുന്നതും ശാസ്ത്രമാണ്. സമൂഹത്തിൻ്റെ പുരോഗതിക്കുള്ള ഉപാധിയാണ് എല്ലാ അർത്ഥത്തിലും ശാസ്ത്രം. ശാസ്ത്രാവബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനടക്കം ഈ ശാസ്ത്രകേന്ദ്രം ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രീ ജോസ് കെ മാണിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. കോട്ടയത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്നത് എന്നത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം, അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം, ഇവയെല്ലാം നേടിയെടുക്കുന്നതിൽ പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. ഈ സയൻസ് സിറ്റി നടപ്പാക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുണ്ടായി എന്ന് ഈ സമൂഹത്തിന് അറിയാവുന്നതാണ്. ഇവിടെ 14.5 കോടി രൂപ ചെലവഴിച്ചാണ് സയൻസ് സെൻറ്റർ, സയൻസ് സിറ്റിയുടെ ഭാഗം ആയ സയൻസ് സെൻറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തുല്യമായി വഹിക്കുകയാണ്. പകുതി സംസ്ഥാനവും പകുതി കേന്ദ്രവും. സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ മറ്റൊരു മാതൃകയായി തീരുകയാണ് ഈ സയൻസ് സിറ്റി. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2013 ഈ പദ്ധതിക്ക് ഇവിടെ സ്ഥലം കണ്ടെത്തുന്നു. 14 കെട്ടിട നിർമ്മാണോദ്ഘാടനം നടക്കുന്നു. 22 കെട്ടിടമടക്കമുള്ള സൗകര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തെ നാം മാറ്റിയെടുത്തത്. ഫൺ സയൻസ് സെൻറ്റർ, മറൈൻ സയൻസ്, എമർജിംഗ് ടെക്നോളജി, ഇത്തരത്തിലുള്ള ശാസ്ത്ര ഗാലറികൾ, 3D തിയേറ്റർ പ്രദർശന മേഖല, കോൺഫറൻസ് ഹാൾ, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും
ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സയൻസ് സെൻറ്ററിനായി ചെലവഴിച്ച തുകയ്ക്ക് പുറമെ ഈ സയൻസ് സിറ്റിക്ക് വേണ്ടി 50 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ ഇനി 45 കോടിയോളം രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. സമയബന്ധിതമായി തന്നെ ഈ സയൻസ് സിറ്റി പൂർണ്ണ സജ്ജമാകും എന്നുകൂടി അറിയിക്കട്ടെ.